മെയ് 18-ാം തീയതി സമയം രാവിലെ 10 മണിയായിട്ടുണ്ട്. നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വരേണ്ട വള്ളക്കാരൊന്നും വന്നിട്ടില്ല കേട്ടോ. കുട്ടിച്ചൂരയും കാണാനില്ല. റോള് വിലയ്ക്ക് കുറച്ച് മീൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ കരമടിയിൽ നമ്മുടെ ചെറുമണ്ണ് ഭാഗത്ത് കയറി ഒരു കരമടിയിൽ നിറയെ നെത്തോലി മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ കുട്ട നെത്തോലി മീനാണ് ഇവിടെ ലേലത്തിൽ ഇവർ കൊടുക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാമേ. ആദ്യം വണ്ടിയിൽ പോയി അവരുടെ മീൻ നോക്കാം നമുക്ക്. അപ്പം നെത്തോലി മീൻ കൊണ്ടുവരുന്ന താമസം കേട്ടോ. കറിക്ക് മീൻ വാങ്ങാൻ വരുന്ന ആൾക്കാർ മൊത്തത്തിൽ ഈ വണ്ടി ചുറ്റി നിൽക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ 10-40 ആളുകളൊക്കെ ചേർന്നിട്ട് ഈ കരമുടി വലിക്കുന്നതാണ്. പക്ഷെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവർ ഈ വിൽക്കാനായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ഒരു കാരണവശാലും ഇവരെ വിൽക്കാനായിട്ട് പോലും അനുവദിക്കാത്തൊരവസ്ഥയാണ്. അവരും ജോലി ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഓരോ കുട്ട നെത്തോലി മീനാണ് വാരി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് വെറും നെത്തോലി മീനല്ല കേട്ടോ, കാരയും കൂടെ മിക്സായിട്ട് വരുന്നതാണ്. കാരയെല്ലാം മിക്സായിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ. എല്ലാം മിക്സ്. തനി നെത്തോലി ആണെങ്കിൽ വില കൂടുതൽ കിട്ടിയെന്ന്. വേറെ നെത്തോലി മീനുകൾ മാത്രമാണെങ്കിൽ വില കൂടുതൽ കിട്ടിയെന്ന്. ഈ കാണുന്നുണ്ട് എല്ലാം കാരയും കൂടെ മിക്സായിട്ടാണ് വന്നിരിക്കുന്നത്. വെള്ളരി നെത്തോലിയാണ് കേട്ടോ. ഓരോ കുട്ട നെത്തോലി മീനും വാരി എടുക്കുന്നുണ്ട്. വില എന്താണെന്ന് അറിയില്ല കേട്ടോ. വില നമുക്കിനി താഴെ പോയി കഴിഞ്ഞാലേ അറിയാൻ പറ്റത്തുള്ളൂ എത്ര രൂപയ്ക്കാണ് വില പോകുന്നതെന്ന്. നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് സീസണിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിലും അതുപോലെ മീനുകളില്ല കേട്ടോ. സാധാരണ ജൂൺ മാസം ഏകദേശം ഒരു 15 ആകുമ്പോഴാണ് സീസണിൻ്റെ ഒരു ടൈം വരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു അവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സീസണിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ ശരി തന്നെ മീനുകൾ കുറവാണ്. മീനുകളൊക്കെ ഏറ്റവും കൂടുതൽ വരേണ്ട ഒരു ടൈമും കൂടെയാണ്. പക്ഷെ ഒരുപാട് വള്ളക്കാരൊക്കെ ഇവിടെ നിന്ന് പണിക്ക് പോകുന്നുണ്ടെങ്കിൽ ശരി തന്നെ ഇവിടെ മീനുകൾ വളരെ കുറവാണ് കേട്ടോ ഇപ്പം. അപ്പോൾ ഇന്ന് മെയ് 18 ശരി തന്നെ കുട്ടിച്ചൂര വരേണ്ട സമയമൊക്കെ കഴിഞ്ഞ്. എന്നാലും കുട്ടിച്ചൂര ഇനിയും കാണാനില്ല. അത്യാവശ്യം റോള് വലക്കാർക്കൊക്കെ കുറച്ച് നമ്മുടെ ചെമ്മീനുണ്ട് കേട്ടോ, നവര മീൻ, അതുപോലെ പുതുപ്പെന്ന് പറയുന്ന മീൻ, അങ്ങനത്തെ കുറച്ച് മീനുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവർ ഇപ്പോൾ കൊണ്ടുവന്നതേ ഉള്ളൂ. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ അറിയാം ഇവിടുത്തെ അടി എന്താണെന്ന്. ഓരോ കവറും കൊണ്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ വന്ന് വെയിറ്റ് ചെയ്യും കേട്ടോ. 100 രൂപയ്ക്ക് മീൻ വേണമെന്ന് പറഞ്ഞിട്ട്. ഏതായാലും ഇനി നോക്കാം. കണ്ട നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് അന്തരീക്ഷം ഇപ്പോൾ കണ്ട ചെറിയൊരു ഫയറുള്ളതിൽ വന്ന് നവര മീൻ കൊണ്ടുപോയാണ് ലേലത്തിൽ കൊടുക്കാനായിട്ട്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഏതാനും ദിവസങ്ങൾക്കകം തന്നെ നമ്മുടെ സീസൺ ആരംഭിക്കുകയും അതുപോലെ ആവശ്യത്തിനധികം മീൻ നമുക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം കൂടെ ഉണ്ട് നമ്മുടെ കൂട്ടുകാർക്ക്. വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏതായാലും വള്ളങ്ങളൊക്കെ ഒരുപാട് പണിക്ക് പോയിട്ടുണ്ട്. വള്ളക്കാരൊക്കെ ഇനി വരാനുണ്ട് കേട്ടോ. വരാനിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ വരാൻ നോക്കുക. ഏതായാലും ഇപ്പോൾ ഒരു അന്തരീക്ഷം പോലെ ആയിരിക്കത്തില്ല, കുറച്ചുകൂടെ കഴിഞ്ഞാൽ കേട്ടോ. അതും കൂടെ പറയാനുണ്ട്. വള്ളങ്ങളൊക്കെ ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വള്ളക്കാരൊക്കെ ഓടി വരുന്നുണ്ട്. കരമടിക്ക് മാത്രമല്ല കേട്ടോ, കരമടിക്ക് മാത്രമല്ല നെത്തോലി മീനുള്ളത്. കച്ചാവലയ്ക്കും നെത്തോലി മീനുണ്ട് കേട്ടോ. നെത്തോലി മീൻ അവിടെ കുടയുന്നുണ്ട്. കച്ചാവല എന്താണെന്നെല്ലാം നമ്മുടെ കൂട്ടുകാർക്ക് അറിയാം. നെത്തോലി വലയിനെയാണ് കച്ചാവല എന്ന് പറയുന്നത്. അപ്പോൾ അവരവിടെ നെത്തോലി മീൻ കൊണ്ടുവന്നിട്ട് കുടയുന്ന ഒരു കാഴ്ചയും കാണാനുണ്ട് നമുക്ക്.